ഖൽബിനെ ശുദ്ധിയാക്കണം. മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചുവല്ലോ, യാ റബ്ബി, അല്ലാഹുവേ, മൻ തുദില്ലുഹും ഫീ ദില്ലിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക്, നിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളെ മഹ്ശറയുടെ ചൂടിൽ ആർക്കാണ് റബ്ബേ നീ തണൽ കൊടുക്കുന്നത് എന്ന് സയ്യിദുനാ മൂസ നബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, ഹുമുത്വാഹിറതു ഖുലൂബുഹും അൽബരീഅതു ഐദീഹിം, കൈകളാൽ തിന്മ ചെയ്യാത്തത്, ഹൃദയം ശുദ്ധമായവർ, അവർക്ക് ഞാൻ അർശിന്റെ തണൽ കൊടുക്കും എന്ന് അല്ലാഹു ജല്ല ജലാലു മറുപടി കൊടുത്തു. അർശിന്റെ തണൽ കിട്ടാൻ അതൊരു കാരണമാണ്. ഖൽബ് ശുദ്ധിയായിട്ട്, ആരോടും പക വേണ്ട, ദേഷ്യം വേണ്ട. എന്താ ചെയ്യ, പക ഉണ്ടാക്കാൻ പറഞ്ഞെടുക്കുന്ന ഒരവസ്ഥ. പിന്നെ എന്താ പക ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ? പക ഉണ്ടാക്കരുത്, നമ്മൾ ഒഴിവാക്കുക ഖൽബിൽ നിന്ന്. അല്ലാഹുക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയത് കൊണ്ടല്ലേ ഇബ്ലീസിന് സുജൂദ് ചെയ്യാൻ കഴിയാതെ പോയത്? അസൂയല്ലേ അത്? ഞാനോ എന്ന് ചിന്തിച്ചു. പോയിക്കോ ഇബ്ലീസ്, ഇവിടുന്ന് പോ. ഫഇന്നക റജീം, യു ആർ കഴ്സ്ഡ്, നീ ശപിക്കപ്പെട്ടവനാണ്, പൊയ്ക്കോ. അസൂയുള്ള മനസ്സുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് അള്ളാഹു ഇറക്കി വിട്ടു. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ പറഞ്ഞുവല്ലോ, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇപ്പൊ കടന്നു വരുന്നു, ഈ പള്ളിയിലൂടെ കടന്നു വരും. സുദീർഘമായ ചരിത്രമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് സംക്ഷിപ്തമായി പറയാം, വിഷയവുമായി ബന്ധിച്ചതുകൊണ്ട് മാത്രം. സ്വഹാബത്തിന് നബി ക്ലാസ് എടുക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇത് ഇപ്പോ ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ച് വുളൂവിന്റെ വെള്ളം താടിയിലൂടെ ഉറ്റിയിട്ട് ഒരു മനുഷ്യൻ വരും കേട്ടോ, അയാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബാക്കിക്ക് നോക്കുന്നുണ്ട്, ആരാണ് ആൾ വരുന്നത്. നോക്കുമ്പോൾ ഒരാൾ വന്നു. ആളവിടെ വന്നിരുന്നു, അയാൾ കേട്ടുപോയി. അയാൾ അറിഞ്ഞിട്ടില്ല നബി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം തങ്ങൾ അത് തന്നെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ വരാൻ പോകുന്നുണ്ട്, ഇപ്പൊ വരും. കയ്യിൽ ചെരുപ്പും പിടിച്ചിട്ട് താടിയിലൂടെ വുളൂഇന്റെ വെള്ളവുമായി ഇപ്പൊ വരും. ഒരാൾ വന്നോട്, അതേ ഇന്നലെ വന്ന അതേ ആൾ 3 ദിവസം വന്നു. അപ്പോഴാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെന്നതിലെ കഥല്ലേ, നിങ്ങളെ വീട്ടിൽ ഞാൻ താമസിപ്പിക്കുക, ഞാൻ വാപ്പാനായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാ, അതുകൊണ്ട് എന്നെ 1-2 ദിവസം കൂടെ താമസിപ്പിക്കണം. ചെന്നത് ഇബാദത്ത് എങ്ങനെയുണ്ട് നോക്കി പഠിക്കാനാ. ഒന്നും കണ്ടില്ല, സാധാരണ പോലെ ഇശാ നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, കിടന്നുറങ്ങുന്നു. സുബഹിന്റെ ബാങ്ക് കൊടുക്കേണ്ട ഒരല്പം മുമ്പ് എഴുന്നേറ്റു, സുന്നത്ത് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, ജോലിക്ക് പോകുന്നു. ഇതിനിപ്പോ സ്വർഗം കിട്ടുന്നൊക്കെ നബി തങ്ങൾ എന്റെ അത്ര ഇബാദത്തില്ലല്ലോ അദ്ദേഹത്തിന്. 3 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, പിന്നെ ഞാൻ വന്നത് വാപ്പാനോടുള്ള കച്ചറ തീർക്കാനല്ല, നബി തങ്ങൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമെന്നതാ. അങ്ങനെയോ? ഇത്ര എന്നുള്ളൂ മോനെ, എൻ്റെ അടുത്ത്, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പോകുമ്പോ ഒന്ന് തിരിച്ചു വാ, ഒന്ന് വാ തിരിച്ചു വിളിച്ചു. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ എൻ്റെ കൽബിൽ ഒരാളോടും ഒരു അസൂയ ഉണ്ടാവാറില്ല കേട്ടോ, അത്ര തന്നെ ഉള്ളൂ, മോൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ, അദ്ദേഹവും ഞങ്ങളൊക്കെ ഇബാദത്ത് ഒരുപോലെ തന്നെ, കാര്യമായിട്ടൊന്നും കൂടുതൽ ചെയ്യുന്നു കണ്ടില്ലല്ലോ. പറഞ്ഞു, എൻ്റെ കൽബിൽ ആരോട് ഉറങ്ങുന്ന നേരത്ത് ഒരു മനുഷ്യനോട് പകല്ലാന്ന്. ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ നിയത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ടും പൊക്കാത്തവരുണ്ടല്ലോ, റബ്ബേ, ഞാനത് ആലോചിച്ചിട്ട് ഇടങ്ങേറാവുകയാണ്. ഞാൻ പറയണില്ല, പൊക്കാത്ത എല്ലാവരും പൊക്കിക്കണ. അൽഹംദുലില്ലാഹ്. ഇന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോഴേക്കും ഞാൻ ആരോടും അസൂയും പകയില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്യാന്ന് വേഗം പെണ്ണുങ്ങൾക്ക് വരെ മനസ്സിലാവും അല്ലേ? ഒക്കെ ഡിലീറ്റ് ചെയ്ത്, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടൂലേ മിനിമം അല്ലേ? ഉറങ്ങുമ്പോൾ നമ്മളെന്താ ഉറങ്ങുമ്പോൾ നാളെ നേരം വെളുക്കട്ടെ കാണിച്ചു കൊടുക്കാറുണ്ട ഉറങ്ങണത്. എന്താ സുബ്ഹാനല്ലാഹ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളോടും ഒരു പകയും വിദ്വേഷവും തോന്നരുത് എന്ന് നബി പറയാം. നമ്മളത് ഉഷാറാക്കിയിട്ട് ആവാഹിച്ചെടുത്തിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ആവല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ സ്വഭാവ ഗുണം അല്ലാഹു നമുക്ക് തരട്ടെ. ആ സ്വഭാവ ഗുണം ഒരാൾക്കും ഉപദ്രവമില്ലാത്ത, മനസ്സുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ താൻ തന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അതിലേറെ സ്നേഹിക്കുന്ന സൽബുദ്ധി, അങ്ങനത്തെ ഒരു സ്വഭാവം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന കൊടിയ ഭരണാധികാരിയുണ്ട്. സഫാക്ക്, രക്തം ചിന്തുന്ന ആളായിരുന്നു.
അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലേ തല വെട്ടാൻ വേണ്ടി പറയും. അങ്ങനത്തെ ഒരു ഭരണാധികാരി ഇറാഖിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി എന്ന് പറയുന്ന മനുഷ്യൻ. ഉമർ തങ്ങളൊക്കെ ദുആയിരുന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ ഒരാളെ ഇറാഖിലേക്ക് നിയമിച്ചപ്പോ ഇറാഖുകാര് ആ മനുഷ്യനെ ഇടങ്ങേറാക്കുകയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്തപ്പോ ഉമർ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞാൻ നിയമിച്ച എന്റെ ഒരു ആമിലിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുമ്മ സല്ലിത് അലൈഹിം ഗുലാമൻ മിൻ ബനി സഖീഫ്, ബനൂ സഖീഫിലെ ആ ഒരു ചെറുപ്പക്കാരനെ നീ അവരുടെ മേൽ അധികാരം കൊടുക്കു റബ്ബേ. ഇറാഖിൽ അധികാരിയായി സഖീഫ് ഗോത്രത്തിന്റെ ചെറുപ്പക്കാരനെ നീ നിയമിക്കണം തമ്പുരാനെ. ലാ യർഹമു അലാ മുഹ്സിനിഹിം, അവരിലെ നന്മ ചെയ്ത ആളുകൾക്ക് ഒരു കരുണയും ചെയ്യാതെയും, വലാ യതജാവസു അൻ മുസീഇഹിം, തിന്മ ചെയ്യുന്നവർക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ക്രൂരനായ ബനൂ സഖീഫിന്റെ ഒരു ചെറുപ്പക്കാരനെ അവർക്ക് മേൽ അധികാരിയാക്കി കൊടുക്കണേ പടച്ചവനെ. ഉമർ റളിയല്ലാഹു ദുആ ചെയ്തു. ആ ദുആന്റെ ഉത്തരമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഈ ദുആ ഉമർ തങ്ങൾ ചെയ്തപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ജനിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. ഇങ്ങനെ മഹാനവറുകൾ ദുആ ചെയ്തു, ബനൂ സഖീഫിന്റെ ആ ഒരു ചെറുപ്പക്കാരനെ ഇറാഖിന്റെ അധികാരിയാക്കണം. എന്റെ സജ്ജനങ്ങളായ എന്റെ ഉദ്യോഗസ്ഥന്മാരോട് മോശമായി പെരുമാറി അവർക്ക് റബ്ബേ നിന്റെ ദീനിന്റെ നിയമങ്ങൾ വലിച്ചെറിഞ്ഞവർക്ക് ഒരു കാരുണ്യമില്ലാത്ത മനുഷ്യനെ നീ ശിക്ഷയാക്കി കൊടുക്ക്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് അത്രേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അത് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ വധിക്കപ്പെട്ട സ്വഹാബിയാണ്. നബിയുടെ ഖലീഫയാണ്, നബിയുടെ പുതിയാപ്പിളയാണ്, 2 മക്കളെ കല്യാണം കഴിച്ചവരാണ്. നബിയുടെ 2 പെൺമക്കളെ ഉമ്മു കുൽസൂം, റുഖയ്യ റളിയല്ലാഹു അൻഹുമ. ആ പുതിയാപ്പിളയെ, ഹബീബിന്റെ സുഹാബിയെ മലക്കുകൾ പോലും നാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ നാണമുണ്ടായിരുന്ന ഉസ്മാൻ തങ്ങളെ ഖുർആൻ ഓതുമ്പോൾ വധിച്ച അന്നത്തെ രാഷ്ട്രീയക്കാർ, അവരെ മുഴുവൻ ഒന്നൊന്നായി കൊന്നുകളഞ്ഞത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ഒന്ന് ചീഞ്ഞ ഒന്നിന് ഗുണം എന്ന് പറഞ്ഞ പോലെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ തങ്ങളുടെ ഘാതകർ മുഴുവനും വധിക്കപ്പെടുന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കയ്യാണ്. ഇരിക്കട്ടെ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അന്നത്തെ ഒരു ആലിമിനോട് വല്ലാത്ത ദേഷ്യമുണ്ട്. ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ ആലിമാൻ. ഇബ്രാഹിം നഖഈയെ കിട്ടിയാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഇബ്രാഹിം നഖഈയെ പിടിക്കാൻ പോലീസുകാരെ പറഞ്ഞയക്കുന്നു ബഗ്ദാദിലൂടെ. പോലീസുകാർക്ക് അഡ്രസ് അറിയില്ല. ഇബ്രാഹിമിന്റെ വീടെന്താ ഇതാന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അവിടെയുണ്ട് വലിയൊരു ആലിം, ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. അവരുടെ വീട്ടിലേക്കാ വന്നത്. ഇബ്രാഹിം ഉണ്ടോ? ഉണ്ട്. ദാ ഞാനാണ്. നിങ്ങളാണോ ഇബ്രാഹിം? അന ഇബ്രാഹിം. ഇവിടെ ഇബ്രാഹിം തൈമി എന്ന ഈ മഹാൻ അറിയാം ഇവരുദ്ദേശിച്ചു വരുന്നത് എന്നെയല്ല. ഇവരുദ്ദേശിച്ചു വരുന്നത് ഇബ്രാഹിം നഖഈ എന്ന് പറയുന്ന മഹാപണ്ഡിതനെയാണ്. പക്ഷേ കൊലപാതകത്തിന് കൊണ്ടുപോകാൻ കാബാലികന്മാർക്ക് മഹാനായ പണ്ഡിതനെ ഞാൻ വിട്ടുകൊടുക്കൂല. മഹാനവൾ പറഞ്ഞു, ഞാൻ തന്നെയാണത്. പാസ്പോർട്ട് അന്വേഷിക്കാൻ വേണ്ടി വരൂലേ പോലീസുകാർ വീട്ടിക്ക്? നമ്മൾ വൈക്കം തന്നെ ചായ എടുത്തിട്ട് പറഞ്ഞേക്കൂല്ലേ? എന്ത് കുഴപ്പമില്ല. അന്വേഷണം വന്നു, ഇത് കൊല ചെയ്യാൻ കൊണ്ടുപോവാണ്. നിങ്ങളാണോ അതെ ഞാനാണ്. ഇബ്രാഹിം തൈമിയാണ് ഈ പറയുന്നത് ഇബ്രാഹിം നഖഈ ആണെന്ന്. അവരുദ്ദേശിച്ചത് ഇബ്രാഹിം നഖഈയാണ്. നിങ്ങൾ ഇബ്രാഹിമാണോ? അതെ ഞാൻ തന്നെയാണ്. എന്നാ വാന്ന് പറഞ്ഞു കൊണ്ടുപോവാൻ. കൊലപാതകത്തിലേക്ക്, കൊലക്കയറിലേക്ക് കൊണ്ടുപോയി ഇബ്രാഹിം തൈമി എന്ന മഹാനുഭാവനെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാബാലികന്മാർ ആക്രമിച്ച് മഹാനവറുകളെ വധിച്ചു കളയുന്ന അവസാന സെക്കൻഡിൽ പോലും പറഞ്ഞില്ല, നിങ്ങൾ ഉദ്ദേശിച്ചു വന്നാള് ഞാനല്ല, അത് ഇബ്രാഹിം നഖഈയാണ് എന്ന് പറയാതെ ഇബ്രാഹിം നഖഈക്ക് വിധിച്ച ശിക്ഷ നിരപരാധിയായ ഇബ്രാഹിം തൈമി അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് എത്ര സംഭവങ്ങൾ! തന്റെ കൂട്ടുകാരൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു ആലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ മഹിതമായ മാതൃക കാണിച്ചു പോയ യാ ഇബ്രാഹിം തൈമി, എന്തോ ഒരു മാതൃകയാണ് നിങ്ങൾ കാണിച്ചു വെച്ചത്. ഞാനല്ല അത്, നിങ്ങൾ ഉദ്ദേശിച്ച ആളെ വീട് അപ്പുറത്താന്ന് പറയാം, പക്ഷേ കൊല്ലാനാ കൊണ്ട് ഞാൻ മരിച്ചാലും ആ മഹാൻ മരിക്കണ്ട എന്ന് ചിന്തിച്ചു. ഈ സൽസ്വഭാവത്തിന്റെ മാതൃക, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൽസ്വഭാവം നൽകണേ തമ്പുരാനെ. ഭയങ്കര, അതാണ് അവര് നമ്മളെക്കാളും ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയത്. ഖൈറുൽ ഖുറൂൻ. ഇതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ മുഅ്മിനീങ്ങളെ? അല്ലാഹ്. 7ാമത്തെ വിഷയം മശ്ഹദുൽ അംന്. മശ്ഹദുൽ അംന്, എപ്പോഴും ശാന്തമായിട്ടിരിക്കുക. പ്രതികാരത്തിന് ഒരുങ്ങരുത്, പ്രതികാരത്തിന് ഒരുങ്ങാതിരിക്കുക. ഏത് വിഷയത്തിനും തന്നെ ഇങ്ങോട്ട് വേദനിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാതിരിക്കുക. അതൊരു സൽസ്വഭാവമാണ്.
ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ട് വിട്ടുകളയാണ്. എട്ടാമത്തേത്, അള്ളാഹു നൽകുന്ന നിഅമത്തിന് നന്ദി പറയണം മുഅ്മിനെ. അതൊരു സൽ സ്വഭാവമാണ്. എന്താണ് വിശേഷം? റാഹത്താണോ? അൽഹംദുലില്ലാഹ് ഇത് പറയാ. നമ്മളിന്ന് രാവിലെ എണീറ്റ് നടന്നിവിടെ ഇരിക്കണില്ലേ? ഒരു ചെയറിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ എത്ര സന്ധികൾ വളഞ്ഞിരിക്കണം, എത്ര ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കണം. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വയറിനോ മൂത്രനാളങ്ങൾക്കോ ഒരു കുഴപ്പമില്ലാതെ തലകറങ്ങി വീഴാതെ ഇത്ര നേരം നമ്മൾ ഇരുന്നില്ലേ? ഇത് ചില്ലറ നിഅമത്താണോ? ഇതിന് പറ്റാത്തവരില്ലേ? രോഗികൾ, റബ്ബേ എനിക്ക് പറ്റണില്ലല്ലോ പടച്ചോനെ ഒരു വഅദിന് പോവാൻ എന്നാഗ്രഹിക്കുന്ന രോഗികൾ എത്രയുണ്ട്. അല്ലാഹുവേ എന്റെ വിഷമം ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ. തന്റെ കൂട്ടുകാരൻ ജയിലിലേക്ക് പോയപ്പോഴാണ് ഇഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കണമേ എന്ന് കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരന് കത്തെഴുതുന്നു. അവിടെ ജയിലിൽ അടിയാണ്, വലിയ പ്രഹരമാണ്. കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരന് വീണ്ടും കത്തെഴുതി. ജയിലിൽ കഴിയുന്ന കൂട്ടുകാരന് ഇഹ്മദില്ലാഹ വഷ്കുരില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ച മോനെ, അല്ലാഹുവിനെ സ്തുതിച്ചോ, ശുക്ർ ചെയ്തോ. ഇയാളെ പിടിച്ച് സെല്ലിലടച്ചു, വാതിലടച്ചു. വീണ്ടും കത്ത് വരുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുമോനെ, റബ്ബിനെ സ്തുതിക്ക്. അങ്ങനെയാണ് വേറെ ഒരു ജൂതൻ അവിടെ കൊണ്ടുവരുന്നത്. ആ ജൂതന്റെ കൂടെ കൈ കുളത്തി വെച്ചു. രണ്ട് പുള്ളികൾ കിട്ടും, അങ്ങനെയാണല്ലോ. ഒരാളുടെ കൈ മറ്റാളുടെ ദേഹത്ത് കൊടുക്കും. ഇവൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇവൻ എഴുന്നേറ്റേ പറ്റൂ. ജൂതനായ മനുഷ്യന് വയറിളക്കമുണ്ട്, അവൻ ഇടക്കിടക്ക് ടോയ്ലറ്റ് പോകണം, അതിനൊക്കെ ഇവൻ കൂടെ പോവും വേണം. അപ്പോഴും കൂട്ടുകാരൻ കത്തെഴുതി ഇഹ്മദില്ലാഹ്, അള്ളാഹനെ സ്തുതിച്ച മോനെ, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തോ. ഇയാൾക്കുണ്ട് ദേഷ്യം വന്നു. എങ്ങനെ എന്നെ ജയിലിൽ പിടിച്ചിട്ടിട്ടും അള്ളാഹനെ സ്തുതിച്ചോന്നല്ലേ, എനിക്ക് അടി കിട്ടിയിട്ടും അള്ളാഹനെ സ്തുതിച്ചോന്നല്ലേ, എന്നിട്ട് എന്റെ കൈ വേറൊരുത്തന്റെ കൈ പിടിച്ച് കെട്ടിയപ്പോഴും നീ അള്ളാഹനെ സ്തുതിച്ചോന്നല്ലേ. ഈ വയറ്റുനോക്കുള്ള മനുഷ്യന്റെ കൂടെ ഞാൻ ഒരു ദിവസം 14 തവണ ടോയ്ലറ്റ് പോയി വരുമ്പോഴും ഇഹ്മദില്ല, അള്ളാഹനെ സ്തുതിക്ക്, നീ എന്തിനാ ഞാൻ സ്തുതിക്കേണ്ടത് എന്ന് ചോദിച്ചു. പൊന്നു മോനെ, നിനക്കല്ലാഹു ഈമാൻ തന്നില്ല, നീ ഒരു മുസ്ലിം അല്ലേ, ആ ഒരു നിഅമത്തിന് നീ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണ്ടേ. അങ്ങനെ നിനക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ മരണം സംഭവിക്കുന്നതിന്റെ മുമ്പ് ഈമാൻ അല്ലാഹു എടുത്തു കളയുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതുകൊണ്ടാണ് നമ്മുടെ സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, മുൻഗാമികൾപ്പെട്ട ഒരാൾ ദുആ ചെയ്യുമായിരുന്നു, പറയുമായിരുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നുപോയി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് കുഫറിനെ സംബന്ധിച്ച്, അവിശ്വാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചിന്തകൾ വന്നു പോകുമോ എന്ന് പേടിക്കാത്ത ദിവസമില്ല. മഖാഫത അൻ ഉഫ്തന, പുറത്തിറങ്ങി ഏതെങ്കിലും തെരുവ് പ്രസംഗം കേൾക്കുന്നു, ആൾ യുക്തിവാദമാണ് പറയുന്നത്, റബ്ബേ ഇത് ശരിയാണോ, ആലോചിച്ചു പോവാണ്. സംശയം വന്നാ കഴിഞ്ഞില്ലേ. റബ്ബേ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, റബ്ബേ നിന്നിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം നീ തന്നില്ലേ പടച്ചോനെ. ഞാൻ ആലോചിക്കട്ടെ മുഅ്മിനീങ്ങളെ, നമ്മൾ വല്ല ഹിന്ദു കുടുംബത്തിലേക്ക് ജനിച്ചിരുന്നതെങ്കിൽ ഈ സദസ്സിലിരിക്കാൻ നമ്മളോട് ഉണ്ടാവോ? നമ്മളങ്ങനെ വിശ്വാസം മനസ്സിലാക്കി സ്വന്തം പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ കാലം മുഴുവനും എഴുതിത്തള്ളി ഒരു പുതിയ മതം സ്വീകരിച്ച്, പുതിയ പേര് സ്വീകരിച്ച് മുസ്ലിമായി ഇവിടെ വന്നിരിക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകുമായിരുന്നോ? നമ്മുടെ ഉമ്മയും വാപ്പയും മുസ്ലിമീങ്ങളല്ലായിരുന്നുവെങ്കിൽ പുതുമുസ്ലിമീങ്ങൾ ചെയ്യുന്ന അവരുടെ ധൈര്യം എത്രയാണ്, അവരുടെ ഈമാനിന്റെ ഖനം എത്രയാ മുഅ്മിനെ. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? നമ്മളിപ്പോൾ വലിയ സുജായിട്ട് ഇരിക്കണ്ടല്ലോ നമ്മൾ എല്ലാവരും. നമ്മളങ്ങനെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ആ ഒരു ത്യാഗം നമ്മൾ ചെയ്യാൻ കഴിയുമായിരുന്നു നമ്മളെ കൊണ്ട്? ഒരു പുതുമുസ്ലിം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈയൊഴിയും അല്ലേ, ഇങ്ങോട്ട് വയ്ക്കുമെന്ന് പറയും, ഇപ്പം വര വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒഴിച്ചുവിടും. അവർ ചെയ്ത സേവനം, അവർ ചെയ്യുന്ന ആ ഒരു വലിയൊരു ത്യാഗം നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? ഈമാൻ വലുതല്ലേ, ഈമാൻ വലുതല്ലേ. അള്ളാഹു നൽകുന്ന സേവനങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. മകൻ പൈസ അയച്ചു കൊടുത്ത്, കുറച്ച് പടച്ചോന് 2000 അല്ലേ വന്നിട്ട്, അൽഹംദുലില്ലാഹ് 2000 വന്നില്ലേ? അതുപോലും വരാത്ത വീടുകളില്ലേ? കുറവുള്ളതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിലും പ്രയാസം എനിക്ക് അറിഞ്ഞില്ലല്ലോ, ഇതിലും പ്രയാസപ്പെടുത്തിയില്ലല്ലോ അല്ലാഹു, അൽഹംദുലില്ലാഹ്. നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. മലയാളി മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് എത്ര നന്മ എത്ര ശുക്ർ ചെയ്യേണ്ടവരാണ്. എത്രയാ നമ്മൾ ശുക്ർ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എനിക്ക് തോന്നുന്നു അറബിയൊക്കെ ഒന്നും പോലെ അദാബ് വരാത്തത് ഈ ഇടക്കിടക്ക് അൽഹംദുലില്ലാഹ്, ഒരു അടി കിട്ടിയാലും പറയാം അൽഹംദുലില്ലാഹ്. ശീലാണ്, എന്തിനും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതങ്ങ് ശീലിച്ചു പോയി. നമുക്കൊക്കെ പാഠമാക്കാൻ വലിയൊരു നന്മയാണത്, അവരിൽ നിന്ന് പഠിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്. ഉമ്മ മരിച്ചാൽ എന്താ വിഷയം? അൽഹംദുലില്ലാഹ്, അമ്മ ഇന്നലെ മരിച്ചു, പക്ഷേ അല്ലാഹ്ക്ക് സ്തുതി.
വിഷമങ്ങളുണ്ടോ? അൽഹംദുലില്ലാ, ഇങ്ങനെ പറയുള്ളൂ. നമ്മൾ ഇങ്ങനെ പറയണത് നമുക്ക് എല്ലാവർക്കും അറിയണതുകൊണ്ട് ഞാൻ പറയണില്ല. എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക, ഉള്ളതിന് നന്ദി ചെയ്യുക, തരാത്തതിനെ പറ്റി പരാതി പറയല്ലേ. 9-ാമത്തേത് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ വാക്യമാണ്, മഹാനവറുകളുടെ വാചകം. ലാ യുമക്കനു റജുലു ഹത്താ യുബ്തല. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നതുവരെ അല്ലാഹു ഒരാൾക്കും ഈമാനിന് സൗകര്യം ചെയ്തു കൊടുക്കൂല. പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിനെ സ്വീകരിക്കുക. പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കിന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാളെ ഒരു അസുഖം വന്നേക്കാം. നാളെ നേരം മുഴുക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു തലവേദനയൊക്കെ ചൊല്ലുന്നു, റബ്ബേ ട്യൂമറാണെന്നറിയുന്നു. എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ബോധം കെട്ട് വീഴോ? അള്ളാഹുവേ നീ തന്നു റബ്ബേ, നീ വിധിച്ചു, ഞാൻ ഇവിടുന്ന് പോവേണ്ട ആളാ. ഇപ്പൊ 2016 പോയിട്ടില്ലെങ്കിൽ എന്തായാലും 2056 ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. ഉറപ്പല്ലേ? അത്ര കൊല്ലം ഞാൻ ജീവിക്കും, അതിപ്പോ തന്നെ പോവാ. നീ നേരത്തെ വിളിച്ചു, ഞാൻ വരാൻ ഒരുക്കമാണ് റബ്ബേ. അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ കൽബിൽ വരുമോ? അല്ല നമ്മൾ പേടിച്ച് വിഷമിച്ച് തളർന്ന് കൂടെയുള്ള മുഴുവൻ ആളുകളെയും തളർത്തി നമ്മളങ്ങ് വാവിട്ട് കരയോ? എന്താ നമ്മൾ ചെയ്യാ? അതിനാണ് അംബിയാഇനെ അല്ലാഹു തആല നമ്മുടെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാം ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നടന്നു വന്നില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ യാത്ര എത്രയാണ്? ഭൂമിയിലേക്ക് നല്ലൊരു സൗകര്യത്തിൽ നിന്ന് ഒരു പ്രയാസമുള്ള ലോകത്തേക്ക് വരുന്നത് പരീക്ഷണല്ലേ? നല്ല സൗകര്യമുള്ള ജോലിയായിരുന്നു, അതിന് പിരിച്ചിട്ടിട്ട് പിന്നെ മരുഭൂമിയിൽ ആടിനെ മേക്കാനാക്കി. ഉദാഹരണം പറയാ, എന്തായിരിക്കും അവസ്ഥ? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അത് സഹിച്ചില്ലേ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം ഭൂമിയുടെ വിശാലതയിൽ നിന്ന് ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്തേക്ക് പോയി കടന്നില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കിടത്തിയപ്പോൾ വിഷമം തോന്നിയില്ലയോ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർച്ചവാളുകൊണ്ട് രണ്ടായി പകുത്തില്ലയോ ശത്രുക്കള്? അള്ളാന്റെ നബിയല്ലേ, നമ്മൾ പറയില്ല അള്ളാന്റെ നബിക്ക് ഇത് വരികയോ? അമ്പിയാക്കന്മാർക്ക് പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിക്കൂടെ? ബിൽ മിൻഷാർ സക്കരിയ നബി അലൈഹിസ്സലാം. അതുമാത്രമല്ല, സക്കരിയ നബിക്ക് വാർദ്ധക്യത്തിൽ അള്ളാഹു നൽകിയ കണ്ണിന്റെ കുളിർമയായിരുന്ന പ്രിയപ്പെട്ട മോൻ യഹ്യാ നബി അലൈഹിസ്സലാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന യഹ്യാ നബി അലൈഹിസ്സലാമിനെ അന്നത്തെ ഒരു അഭിസാരികയെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ രാജാവല്ലയോ മഹാനവറുകളെ കഴുത്തറുത്തു കൊന്നത്? യഹ്യാ നബി അലൈഹിസ്സലാം. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ജീവിതത്തിൽ പരീക്ഷണങ്ങളാവാം, സ്വീകരിക്കുക. അല്ലാഹുവിന്റെ ലോകമാണിത്, അല്ലാഹുവിന്റെ ലോകമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ സാഹിറാണെന്നും മരണക്കാരനാണെന്നും നബിതങ്ങൾക്ക് ഭ്രാന്താണെന്നും മുത്തുനബിയെ പറ്റി പറഞ്ഞില്ലേ? ഹബീബിന്റെ മുൻപല്ലല്ലേ പൊട്ടിപ്പോയത്, അവിടുത്തെ തലയിലല്ലേ മുറിവ് പറ്റിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മൂച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു, മൂച്ചാപ്പയല്ലേ ശരീരം കൈകാലുകളൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടത്? ഹബീബായ നബിയല്ലേ വയറ്റത്ത് പ്രയാസം കൊണ്ട് കല്ല് വെച്ച് കെട്ടിയത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ എല്ലാ നിധികളും കൈവശമുള്ള തമ്പുരാൻ. ഹബീബായ നബിക്ക് ഭക്ഷണത്തിന്റെ ഒരു റൊട്ടി കഷ്ണം ആകാശ ലോകത്ത് ഇറക്കി കൊടുക്കാൻ കഴിയുമായിരുന്ന റബ്ബ്, എന്നിട്ട് പോലും ഹബീബിന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടേണ്ടി വന്നിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര പട്ടിണി കിടന്നാലും ഒരു കല്ല് വെച്ച് കെട്ടേണ്ട പ്രയാസം നമുക്കുണ്ടായിട്ടുണ്ടോ? ആലോചിക്കണം. അത് സ്വീകരിക്കുന്നത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തീരുമാനിച്ചു. ഹബീബായ നബിയുടെ ഖുലഫാഉർ റാഷിദീങ്ങളിൽ, മഹാന്മാരായ ഖുലഫാഉകളിൽ 4 ഖലീഫമാരിൽ ഏത് ഖലീഫയാണ് പ്രയാസമില്ലാതെ കടന്നുപോയത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷം കൊടുത്തിട്ടുണ്ടല്ലോ ആളുകൾ, സിദ്ദീഖ് തങ്ങൾക്ക്. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോഴല്ലേ മെഹ്റാബിലൂടെ ശത്രു വരുന്നത്, വയറ്റത്തിന് കുത്തിയത്, കുടൽമാലകൾ പുറത്തു ചാടിയത്? നബിയുടെ ഖലീഫയല്ലേ? ഹകദാ ഉമറേ, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും ഈ തോളിൽ പിടിച്ച് നടക്കുന്ന പോലെ നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ 3 പേരും ഇങ്ങനെയാണ് കടന്നു പോവുക എന്ന് ഹബീബ് പറയുമായിരുന്നു. ഹബീബിന്റെ കൂട്ടുകാർക്കാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ കൊടുത്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ നബി തങ്ങളുടെ പുതിയാപ്പിളയല്ലേ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോഴല്ലേ മഹാനവറുകളെ വധിച്ചു കളഞ്ഞതവര്. ഉസ്മാൻ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്?
അന്നത്തെ രാഷ്ട്രീയക്കാർ ഭ്രാന്ത് പിടിച്ചിട്ട് മഹാനവറുകളെ വധിക്കാൻ വരുമ്പോ മഹാനവറുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, ഒരാളെ കൊല്ലാൻ പറഞ്ഞ 3 കാരണങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുർത്തദ്ദായിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടും വ്യഭിചരിച്ച മനുഷ്യൻ കൊല്ലപ്പെടുമെന്നാണ്, ഞാനത് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നിരപരാധിയായ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അതിന് പ്രതികാരമായി തിരിച്ചു കൊല്ലപ്പെടാം. എന്നാൽ ഞാൻ ഈ തെറ്റുകളിൽ ഏതാണ് ചെയ്തത്? മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ കൊല്ലാൻ വരുന്ന കാബാലികന്മാരെ വാടക കൊലയാളികളോ ഗുണ്ടകളോ എന്ന് പറയാവുന്ന അന്നത്തെ കാലക്കാർ ഉസ്മാൻ തങ്ങളെ കൊന്ന പോലെ, മഹാനവറുകളെ വധിച്ച പോലെ ഒരു മോശപ്പെട്ട വധം അറബ് ലോകത്ത് നടന്നിട്ടില്ല. നമ്മൾ പറയും ടീപ്പിന്റെ വധം പോലെ ഒരു വധം നടന്നിട്ടില്ല എന്നൊക്കെ പറയും. ഉസ്മാൻ തങ്ങളുടെ വധം പോലെ അറബ് ലോകത്തൊരു വധം നടന്നിട്ടില്ല. അത് കുറെ കൊന്നിരുന്ന ആളുകൾ ആ ജാഹലിയ കാലത്ത്. പക്ഷേ ഉസ്മാൻ തങ്ങളെ കൊന്നത് ഒരുപാട് കുത്തുകുത്തിയിട്ടാണ്. മഹാനവറുകളെ കുത്തുമ്പോൾ ഓരോരോ കുത്തിനും ആ കുത്തുന്ന കാബാലികൻ പറഞ്ഞു, ഈ ഓരോ വെട്ടും 3 കുത്തുകുത്തിയപ്പോൾ ഇത് 3ഉം അള്ളാഹുവിനാണ്, പിന്നെ ബാക്കിയുള്ള 9 എന്റെ മനസ്സിലെ വൈരാഗ്യം തീർക്കാനാണ്. അള്ളാഹ്ക്ക് വേണ്ടിയല്ല അവൻ കുത്തിയത്. അവൻ കുത്തിയ കുത്തുകളിൽ 12 കുത്തും സ്വന്തം മനസ്സിലുള്ള ദേഷ്യം തീർക്കാനായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടിയാണോ? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ ഓടി വന്നുകൊണ്ട് പറഞ്ഞില്ലേ, അർവാ റളിയല്ലാഹു അൻഹ, അതഖ്തുലൂന റജുലാ യഖൂമു ബിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ രാത്രി മുഴുവനും നിന്നോതുന്ന, കാന യഖ്തിമുൽ ഖുർആന ഫീ ലൈല, ചില രാത്രികളിൽ ഖുർആൻ ഒരൊറ്റ രാത്രിയിലെ നിസ്കാരത്തിൽ ഓതി തീർക്കുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖുർആൻ കൊണ്ട് നിന്ന് നിസ്കരിക്കുന്ന എന്റെ ഭർത്താവിനെയാണോ നിങ്ങൾ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വന്നവരെ തടുക്കാൻ ചെന്നപ്പോഴല്ലേ അർവാ ബീവിയുടെ കൈ അവർ മുറിച്ചു മാറ്റിയത്? യാ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതോ വലുതോ വരുമ്പോൾ എന്തിനാണ് തളർന്നു പോകുന്നത്? ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, അവന്റെ ഖളാ. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി തങ്ങൾ ഉഹദിന്റെ മുകളിൽ നിൽക്കുമ്പോ ഉഹദ് മലയങ്ങ് വിറച്ചപ്പോ, യാ ഉഹദ് ഉസ്ബുത് ഉസ്ബുത് യാ ഉഹദ്, ഉഹദ് മലയെ വിറക്കല്ല, അടങ്ങി നിൽക്കൂ ഉഹദേ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. 5 പേരാണ് ഉഹദിന്റെ മുകളിലുള്ളത്. 1 നബി തങ്ങളുണ്ട്, മറ്റേത് സുദ്ദീഖ് തങ്ങളുണ്ട്, പിന്നെ ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണുള്ളത്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഒരൊറ്റ ചവിട്ട് ഉഹദിനോട്, ഉഹദേ, ഉഹദ് മലയെ അടങ്ങി നിൽക്ക്, ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മീതെ നിൽക്കുന്നത് അള്ളാന്റെ റസൂലായ ഞാനാണ്, അടങ്ങി നിൽക്ക്. വസുദ്ദീഖുൻ, എന്റെ കൂടെയുള്ളത് സുദ്ദീഖാണ്, അടങ്ങി നിൽക്ക് ഉഹദേ, വിറക്കല്ലേ. വശഹീദാനി, പിന്നെ 2 ഷഹീദുമാരാണ് എന്റെ കൂടെ നിൽക്കുന്നത് എന്ന് മുത്തുനബി തങ്ങൾ. ഇവരൊക്കെ വഫാത്താകുന്നതിന്റെ മുമ്പേ ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ തങ്ങളും ശത്രുക്കളാൽ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു നൽകുന്ന വഹീന്റെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹ് ഉസ്മാൻ തങ്ങൾക്ക് അപകടം സംഭവിച്ചില്ലേ? ആ ഖുർആനാണ് ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂൾ ഇസ്ലാമിക് മ്യൂസിയത്തിൽ കിടക്കുന്നത്. ചോരപ്പാടുകൾ അടയാളം വീണ, ലോകത്ത് വിശുദ്ധമായ ഖുർആൻ സത്യമാണെന്ന് തെളിയിക്കപ്പെടാൻ പോന്ന, നമ്മൾ ഓതുന്ന ഖുർആൻ ഐഡന്റിക്കലാണ്. ലോകത്ത് ഒരേ ഒരു ഖുർആനേ ഉള്ളൂ, വിവിധ കോപ്പികളില്ല. ഖുർആനിന്റെ വിവിധ കോപ്പി, ഒരേ ഒരു ഖുർആൻ, വ്യത്യസ്തമായ വേർഷൻസ് ഇല്ല ഖുർആനിന് ബൈബിളിനുള്ള പോലെ. ഒന്നാണ്. സംശയമുണ്ടോ? തുർക്കിയിലേക്ക് ചെല്ല്, പരിശോധിക്കുക. ആന്റിക്കുകൾ പരിശോധിക്കാൻ സംവിധാനം ഉണ്ടല്ലോ, എത്ര കൊല്ലം പഴക്കുണ്ട്. ഉസ്മാൻ തങ്ങളുടെ കാലത്തുള്ള ഖുർആന്റെ പഴക്കം നീ നോക്ക്. ആ ഖുർആനിലും ഇന്നത്തെ ഖുർആനിലും വല്ല മാറ്റവും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഖുർആൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യക്ഷമായ തെളിവ് ആ ചോരപ്പാടുകൾ വീണ ഉസ്മാൻ തങ്ങളുടെ ഖുർആനാണ് എന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. യാ അല്ലാഹ്, സംശയമുള്ളവർക്ക് പോയി നോക്കാം എന്നാണ് പറയാ. ഖുർആൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായില്ല എന്ന് പറയുമ്പോൾ തെളിവുണ്ടോ? പോയി നോക്ക്. നീ പരിശോധിച്ചോ? നിനക്കല്ലേ സംശയം? പോയി നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും വഫാത്ത് സംഭവിച്ചത് രക്തസാക്ഷിത്വമല്ലേ? ശത്രുക്കളല്ലേ കുത്തിയത്? ഷഹീദല്ലേ അലി തങ്ങൾ, ഉമർ തങ്ങൾ ഷഹീദാൻ, ഉസ്മാൻ എന്നവർ ഷഹീദാൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷബാധയേറ്റവരാണ് റളിയല്ലാഹു തആല. എല്ലാവർക്കും വിഷമുണ്ടായില്ലേ? പിന്നെ എന്തേ നമ്മൾ എന്തെങ്കിലും വിഷമം അങ്ങനെ തകര, ജോലി നഷ്ടപ്പെട്ടു, പടച്ചോനെ മറ്റോ ഷെയർ ചെയ്തോ, വേദന വരുന്നുണ്ട് ഇവിടെ, മറ്റുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, എന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത്? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മാ ശാഅ വഖദറ, അള്ളാഹ് തീരുമാനിച്ചു, അള്ളാഹു തന്നു, അത്രയേ ഉള്ളൂ. പരിഹാരങ്ങൾ അന്വേഷിക്കാം, പക്ഷേ എല്ലാം സംശയത്തിന്റെ മുനയിൽ എല്ലാറ്റിനും മറ്റൊരാളെ പഴിചാര നമ്മൾ അങ്ങനെ ചെയ്യല്ലേ. മാ ശാ അല്ലാഹു വഖദറ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ ഇബ്നു അലി, ഈ പരിശുദ്ധമായ മുഹറം മാസം ഹുസൈൻ തങ്ങളുടെ കർബലായുടെ ഏറ്റവും സങ്കടമുള്ള ചരിത്രം ഓർക്കപ്പെടുന്ന നേരമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തുകൂടെ ഹുസൈൻ എന്നവർ വഫാത്താകുന്നതിന്റെ മുമ്പേ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു കൂട്ടം സ്വഹാബിമാർ കൂഫയിലൂടെ കർബലായിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ മണ്ണിലേക്ക് നോക്കിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട കുട്ടികൾ ഇവിടെ വെച്ച് കൊല്ലപ്പെടും. അവര് ആ നാട്ടുകാരോട് സഹായം ചോദിക്കും, അവര് സഹായം ചെയ്യൂല. ഇവിടെയാണ് തുസ്ഫഖുദ്ദിമാ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഹബീബിന്റെ കുട്ടികളുടെ ചോര ചിന്തപ്പെടാൻ പോകുന്ന പ്രദേശമാണിത്. ഞാനതെന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ആ ഖൈലുകൾ, അവരുടെ കുതിരകൾ ഈ മണ്ണിലൂടെ വട്ടം ചുറ്റുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് ഇൽഹാമിന്റെ വെളിച്ചത്തിലൂടെ, കറാമത്തിന്റെ പ്രഭയിലൂടെ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവം അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് നിർദാക്ഷിണ്യം മഹാനായ അലി തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ എന്നവരെ വിഷബാധേറ്റിട്ട, ഭാര്യ വിഷം കൊടുത്തിട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ വധിക്കപ്പെടുന്നത്, ദാരുണമായി കൊല്ലപ്പെടുന്നത് കർബലായിൽ. ഹബീബിന്റെ കഷ്ണമല്ലേ അള്ളാന്റെ റസൂൽ വാരിയെടുക്കുകയും, ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോ നടക്കാൻ പഠിക്കുന്ന പ്രായമുള്ള കൊച്ചുമക്കളല്ലേ അവര്, ആ പരിശുദ്ധമായ പള്ളിയിലൂടെ ഇങ്ങനെ പിച്ച വെച്ച് നടന്നു വരുമ്പോഴാ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പുന്നാര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി വന്നിട്ട് ആ രണ്ട് മക്കളെയും എടുത്തിട്ട് മിമ്പറിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, അലം യഖുൽ സുബ്ഹാന, അല്ലാഹു പറഞ്ഞില്ലേ സുഹാബ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്. കണ്ടില്ലേ, ഈ ഖുതുബ നടക്കുന്നതിനിടയിൽ എന്റെ മക്കൾ ഇങ്ങനെ നടന്നു വന്ന് വീഴുന്നത് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എന്റെ ഖുതുബ മുറിച്ചുകൊണ്ടല്ലേ എന്റെ മക്കളെ ഞാൻ വാരിയെടുത്തത് എന്ന് ഹബീബ് സ്നേഹത്തോടെ താലോലിച്ച മക്കളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദാരുണമായി വധിക്കപ്പെടുകയാണുണ്ടായത്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് നേരത്തെ പറഞ്ഞ ആ കിരാതനായ ഭരണാധികാരിയാൽ വഫാത്തായവരാണ്. സഈദ് ഇബ്നു ജുബൈർ അൻത ശഖീ ഇബ്നു കുസൈർ എന്ന് അവരുടെ പേര് വെച്ച് കളിയാക്കിയിരുന്നു. സഈദ് വിജയിച്ചവൻ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പേര് ചോദിച്ചു, എന്താ പേര്? സഈദ് ഇബ്നു ജുബൈർ. നിന്റെ പേര് ശഖീ ഇബ്നു കുസൈർ. ജുബൈർ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുന്ന ആളെന്ന, കുസൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെന്ന. സഈദ് വിജയിച്ചു എന്നാണ് പേര് മാറ്റി ശഖീ പരാജയപ്പെട്ടവൻ എന്നൊക്കെ വിളിച്ചു. പേരുകൊണ്ട് കളിയാക്കി പറയാൻ ഒക്കെ ഒന്നുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പിന്മുറക്കാർ മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഅലമു ബിസ്മി, എന്റെ പേര് അല്ലാഹുവിനറിയാം. ഹജ്ജാജ് വെറുതെ കൊന്നതാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആരെ? സഈദ് ഇബ്നു ജുബൈർ എന്നവരെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ പറഞ്ഞു സഈദ് എന്നവർ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അഹദൻ ബഅദി, എന്നെ കൊന്നതിന്റെ ശേഷം ഒരു മുസ്ലിമിനെയും ഒരാളെയും കൊല്ലാൻ ഹജ്ജാജിന് അവസരം കൊടുക്കരുതേ റബ്ബേ എന്ന് ദുആ ചെയ്തു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവർ ആ ദുഷ്ടനായ ഭരണാധികാരി സഈദ് ഇബ്നു ജുബൈർ എന്നവരെ വധിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേൽക്കും, ഞെട്ടി എഴുന്നേൽക്കും. സഈദനെ അടിക്കാൻ വരുന്നു, സഈദനെ പിടിക്കാൻ വരുന്നു. ആ മഹാനായ സഈദ് എന്നവർ പറയുമായിരുന്നു, അല്ലാഹുവേ, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്, പക്ഷേ നിരപരാധിയായി എന്നെ കൊല്ലുന്ന ഹജ്ജാജിനോട് ഒരു പക്ഷേ ഞാൻ കൊടുക്കുന്ന പോലെ മറുപടി പറയാൻ ഒരു പാവപ്പെട്ട മുസ്ലിമിന് കഴിയില്ലായിരിക്കും. റബ്ബേ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങൾക്ക് ഇനിയൊരാളെ കൊല്ലാൻ അവസരം കൊടുക്കല്ലേ. 3 മാസം കൊണ്ട് ഹജ്ജാജ് മരിക്കുകയാണ്. പിന്നെ ഒരാളെ കൊന്നിട്ടില്ല. ഇടക്കിടക്ക് പേടിച്ചെഴുന്നേൽക്കും. സഈദ് സഈദ് എന്നിങ്ങനെ വിളിക്കും. ആ മഹാനുഭാവൻ നിന്ന് വാങ്ങിയ കുരുത്തക്കേടായിരുന്നു അത്.
മഹാനായ സഈദ് ഇബ്നു ജുബൈർ വഫാത്താകുമ്പോൾ വമാ ഫിൽ അർളി റജുലുൻ ഇല്ലാ വഹുവ മുഹ്താജുൻ ഇലാ ഇൽമി, സഈദ് ഇബ്നു ജുബൈർ എന്നവരുടെ ഇൽമ ആവശ്യമില്ലാത്ത ഒരാളും ലോകത്തില്ല. ആ മഹാപണ്ഡിതനെ ഇൽമിന്റെ മഹാഗോപുരത്തെയാണ് കൊന്നുകളഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടായില്ലേ? അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങൾക്കും നീ ഉറച്ച ഈമാനും സൽസ്വഭാവവും നൽകണേ റബ്ബേ. വിഷമങ്ങൾ വരുമ്പോൾ സഹിക്കുന്നത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. അത് ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മശ്ഹദു തൗഹീദ്, അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ സ്നേഹിക്കുക. അതൊരു സൽസ്വഭാവമാണ്, റബ്ബിനെ കാണുന്ന പോലെ. അല്ലാഹു നമുക്കതിന്റെ ഭാഗ്യം നൽകട്ടെ.